Hello guys, welcome back. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടിക്കറ്റിൻ്റെ പ്രൈസ്. എസ്പെഷ്യലി GCC കൺട്രീസിലോ അല്ലെങ്കിൽ നിയർ ബൈ കൺട്രീസിലൊക്കെയും നമ്മുടെ സ്കൂൾ വെക്കേഷൻ വരിക അല്ലെങ്കിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുക അത്തരം സമയങ്ങളിലൊക്കെ വിമാന നിരക്ക് കുത്തനെ ഉയർന്നതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ന്യൂസിൽ ടെലിവിഷനിൽ കാണാം, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും പല ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്നവരെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ എല്ലായ്പ്പോഴും അവർ യൂസ് ചെയ്യുന്നത് കണക്ഷൻ ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ചാർജ് കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണമെന്നില്ല. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യും. മേ ബി ഇന്ത്യയിൽ തന്നെ മറ്റ് സിറ്റികളിൽ ത്രൂ വരും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇൻ്റർനാഷണൽ കൺട്രിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി മാറി കയറി വേറെ ഫ്ലൈറ്റിൽ കയറി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളൊരു നയമൊക്കെ പലരും സ്വീകരിക്കാറുണ്ട്. അത്തരക്കാർക്ക് ഉള്ളൊരു ടിപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളൊരു ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടേം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ സ്കിപ്പ് ലാഗിങ് എന്ന് പറഞ്ഞൊരു ടേമാണ്. എന്താണ് സ്കിപ്പ് ലാഗിങ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി സ്കിപ്പ് ലാഗിങ് അറിയുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു ടേം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക. ഇനി എന്താണ് സ്കിപ്പ് ലാഗിങ് എന്ന് നമുക്ക് പരിശോധിക്കാം. ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മളൊരു ലേ ഓവറിൻ്റെ സഹായത്തോടെ സെലക്ട് ചെയ്യുകയും നമ്മുടെ ഒരു യാത്ര പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സ്കിപ്പ് ലാഗിങ് എന്ന് പറയുന്നൊരു സംവിധാനം. കുറച്ചും കൂടി നിങ്ങൾക്ക് ലളിതമായിട്ട് പറയാനൊരു എക്സാമ്പിൾ നമുക്കെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ദുബായ് ടു കൊച്ചി ഫ്ലൈറ്റാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് റേറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഒരു 50,000 റേറ്റ് വന്നു. കണക്ഷൻ ഫ്ലൈറ്റ് നോക്കുമ്പോഴാണെങ്കിൽ മേ ബി ഒരു 45,000 റേറ്റ് വരുന്നു. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. അതായത് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡയറക്റ്റ്ലി വരുന്നതിന് പകരം ദുബായ് കൊച്ചി കാലിക്കറ്റ് എന്നുള്ളൊരു കണക്ഷൻ ഫ്ലൈറ്റ്. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. ദുബായ് കൊച്ചി കാലിക്കറ്റ് അങ്ങനെ പറഞ്ഞൊരു സിംഗിൾ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് എടുക്കുന്നു. കൊച്ചിയിൽ നിന്ന് നിങ്ങൾ അടുത്തൊരു ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ അതേ ഫ്ലൈറ്റിൽ തന്നെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കായിട്ടുള്ള കാലിക്കറ്റിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിലേക്ക് ഡയറക്റ്റ്ലി വരിക എന്നുള്ളതാണ്. സോ നിങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിങ്ങൾ ഒരു അഡീഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ നേടിയെടുക്കുകയും നിങ്ങളുടെ എമൗണ്ട് പല സമയത്തും ഇങ്ങനെയുള്ള ടിക്കറ്റുകൾക്ക് എമൗണ്ട് കുറവായിട്ട് വരികയും ചെയ്യും. കാരണം പല പല കാരണങ്ങളുണ്ട് ഇത് ടിക്കറ്റ് റേറ്റ് കുറയാനായിട്ടുള്ളത്. അത് നമുക്ക് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിനെയാണ് സ്കിപ്പ് ലാഗിങ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഇനി ഈ സിസ്റ്റം എങ്ങനെയാണ്, സ്കിപ്പ് ലാഗിങ് എന്ന് പറഞ്ഞ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. പലപ്പോഴും വിമാന ടിക്കറ്റിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്നത് ഡിസ്റ്റൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല. ഉദാഹരണത്തിന് നമ്മൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്ന അതേ നിരക്ക് തന്നെയായിരിക്കും മേ ബി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നത്. സംഭവം ദൂരം ഒരുപാട് ലണ്ടനിലേക്ക് ഉണ്ടെങ്കിലും ആ റൂട്ടിൻ്റെ ജനപ്രതീതി, അതായത് ഡിമാൻഡ്, അവിടുത്തെ സീസൺ ഒക്കെ കുറയുന്നതിനനുസരിച്ച് ടിക്കറ്റ് റേറ്റും ആളുകളുടെ എണ്ണം കുറയാനുള്ള ചാൻസ് ഉണ്ടെന്ന് കമ്പനി അല്ലെങ്കിൽ എയർലൈൻ മനസ്സിലാക്കുകയും ആ റൂട്ടിലേക്കുള്ള എമൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന റൂട്ടിൻ്റെ ടിക്കറ്റുകളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ആസ് പെർ ടൂറിസം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എയർലൈൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ എയർലൈനുകളും എല്ലാ സിസ്റ്റങ്ങളും വർക്ക് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനപ്രതിനിധി കുറഞ്ഞ അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്കുള്ള ടിക്കറ്റ് റേറ്റുകൾ ഇതുപോലെ കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ ആയിട്ട് അവർ കൊടുത്ത് കുറച്ച് വയ്ക്കും. അപ്പോൾ പലപ്പോഴും നമ്മുടെ മെയിൻ ഹബ്ബ്, അതായത് ഇപ്പോൾ നമ്മൾ കൊച്ചി ടു ദുബായ് അല്ലെങ്കിൽ ദുബായ് ടു കൊച്ചി ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ട്രാവലേഴ്സിൻ്റെ, എസ്പെഷ്യലി GCC കൺട്രീസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ കൺട്രിയിലേക്ക് പോകുന്ന ദുബായ് ഹബ്ബൊക്കെ ഉള്ളത് കൊണ്ട് പോകുന്ന ആളുകൾക്ക് മെയിൻ റൂട്ടാണ്. സോ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ഈ റൂട്ടിൽ തന്നെ എടുക്കുമ്പോൾ ഭയങ്കര ചാർജസ് പലപ്പോഴും വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതിന് പകരം വേറൊരു സിറ്റി കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിപ്പ് ലാഗിങ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ടിക്കറ്റ് റേറ്റിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു സെക്ടറിലെ ടിക്കറ്റ് റേറ്റ് കുറവായിട്ടായിരിക്കും ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അടുത്തതായി ഈ സ്കിപ്പ് ലാഗിങ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം ലഗേജിൻ്റെ കേസാണ്. അതായത് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഒരു വേറൊരു വകഭേദത്തിൽ വന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു സ്കിപ്പ് ലാഗിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര പകുതിക്ക് വെച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജ് ലക്ഷ്യസ്ഥാനത്താണ് ഫ്ലൈറ്റ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലഗേജ് ഈ ഒരു ലേ ഓവർ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്ന ആ ഒരു ലേ ഓവർ എടുക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ്. അതായത് ഇപ്പോൾ ദുബായ് ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു കൊച്ചി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ലഗേജായിട്ട് പോകാം. അതൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അവിടെ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ലഗേജ് അവിടെ അവർ അവസാനിപ്പിക്കാറാണ് വഴി. ഇനി അതല്ല ലഗേജ് ഡെസ്റ്റിനേഷൻ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിപ്പ് ലാഗിങ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഇറങ്ങുന്ന ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് ലഗേജ് കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഗേജ് കൈപിടിക്കാതെ ഹാൻഡ് ക്യാരി മാത്രം അതല്ലെങ്കിൽ ഹാൻഡ് ട്രോളി മാത്രം കൈപിടിച്ച് നിങ്ങൾക്ക് ഇറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഒരു എയർപോർട്ട് നിങ്ങൾക്ക് എത്തേണ്ട എയർപോർട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്കിപ്പ് ലാഗിങ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ട്രിപ്പ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങൾ വൺസ് ഒരു ഫസ്റ്റ് ലെഗ് അതായത് നമ്മൾ ദുബായ് ടു കൊച്ചി ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യാത്രയിൽ കംപ്ലീറ്റ് നമ്മൾ ദുബായ് കൊച്ചി കാലിക്കറ്റാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ എയർലൈൻ കണക്കാക്കുന്നത് ഈ ഒരു പാസഞ്ചർ പകുതിക്ക് വെച്ച് ഡ്രോപ്പായി പോയിട്ടുണ്ട്. സോ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇയാളുടെ റിട്ടേൺ ഫ്ലൈറ്റും ഈ ഒരു സെയിം PNR തന്നെയാണോ, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ടിക്കറ്റ് റൗണ്ട് ട്രിപ്പായിട്ട് അവർ ആഡ് ചെയ്ത് ഈ ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എയർലൈന് റിട്ടേൺ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വൺ വേ ടിക്കറ്റ് മാത്രമായിട്ട് എടുത്ത് പോവുക. ഇനി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നമുക്ക് പറയാം. ഇൻ കേസ് നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് ഈ ഒരു സ്കിപ്പ് ലാഗിങ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരികയാണ്, ഫ്ലൈറ്റിൻ്റെ തകരാറ് മൂലമോ കാലാവസ്ഥയുടെ പ്രശ്നം മൂലമോ മറ്റേതെങ്കിലും സാഹചര്യം മൂലം നിങ്ങളുടെ ഫ്ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീറൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ പറയുന്ന കണക്ഷൻ ഫ്ലൈറ്റിലേക്കുള്ള ലക്ഷ്യസ്ഥാനങ്ങളും മറ്റും ഒക്കെ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലേഷനോ പല കാരണങ്ങളും അതിനാവാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് ആവശ്യമുള്ള ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങാൻ നമുക്ക് സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് കാലിക്കറ്റാണ് ആസ് പെർ എയർലൈൻ്റെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ദുബായ് ടു കാലിക്കറ്റാണ്. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ടത് കൊച്ചിയിലാണ്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്താൽ അവർക്ക് ഇങ്ങനത്തെ ഒരു റൂട്ടിൽ ഫ്ലൈറ്റ് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു റൂട്ട് അസൈൻ ചെയ്യും. മേ ബി ദുബായ് ഹൈദരാബാദ് കാലിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ആയിരിക്കും അവർ നമുക്ക് തരാം. പക്ഷേ നമുക്ക് പോകേണ്ടത് ഹൈദരാബാദിലേക്കോ കാലിക്കറ്റിലേക്കോ അല്ല കൊച്ചിയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടിക്കറ്റ് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റീറൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ടിക്കറ്റ് എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എയർലൈൻ റൂളാണ്. ആക്ച്വലി ഇതൊരു ലീഗലി ഒരു പ്രശ്നമുള്ളൊരു കേസ് അല്ല എന്നുണ്ടെങ്കിലും ഫ്രീക്വൻ്റ്ലി നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ലാഗ് ചെയ്ത് അതായത് നമ്മുടെ എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യാത്രകൾ പകുതിക്കായിട്ട് ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എയർലൈന് പർട്ടിക്കുലർ എയർലൈന് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ടിക്കറ്റുകൾ ബാൻ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ റെസ്ട്രിക്റ്റ് ചെയ്യുക ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ട്രാവൽ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരം കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് സ്വമേധയാ. കാരണം ആ ഒരു എയർലൈൻ നിങ്ങളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എയർലൈൻ ബുക്ക് ചെയ്തിട്ട് ഈ സ്കിപ്പ് ലാഗ് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രോസസ്സ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു കസ്റ്റമേഴ്സിനെ ബാൻ ചെയ്യാനുള്ള കാര്യവും ആ എയർലൈൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ സെയിം എയർലൈനാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു സ്കിപ്പ് ലാഗിങ് എപ്പോഴും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റ് റൂട്ട് ഈ ഒരു സ്കിപ്പ് ലാഗ് വഴിയുള്ള ഫ്ലൈറ്റുകൾ കണ്ടെത്തുന്നതെന്നുള്ളത്. ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വെബ്സൈറ്റ് തന്നെയുണ്ട്. പലർക്കും അതറിയില്ല. സ്കിപ്പ് ലാഗ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ ഇവിടെ സ്ക്രീനിൽ അതിൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം. ജസ്റ്റ് സ്കിപ്പ് ലാഗ്ഡ് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത്. അതിനകത്ത് നമ്മുടെ ട്രാവൽ ചെയ്യേണ്ട ഡെസ്റ്റിനേഷനും നമ്മൾ പുറപ്പെട്ട എയർപോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ്, കണക്ഷൻ ഫ്ലൈറ്റ്, സ്കിപ്പ് ലാഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലൈറ്റ് മുതലായ ഡീറ്റെയിൽസൊക്കെയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനത്തെ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനിൽ മേ ബി ഗൂഗിൾ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്വാൻസ് സെർച്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷൻ, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇടയിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഫ്ലൈറ്റ് ലൊക്കേഷൻ, കണക്ഷൻ ഫ്ലൈറ്റ് വരേണ്ട ആ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റേറ്റ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ടിക്കറ്റ് റേറ്റിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റും. സോ നമ്മുടെ വീഡിയോ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കിപ്പ് ലാഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. സ്കിപ്പ് ലാഗിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിൻ്റെ യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ എൻ്റെ ഒരു അഡ്വൈസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ലാഗിനുള്ള സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാ ചെലവ് മേ ബി നിങ്ങളുടെ ഫാമിലി ആയിട്ട് അടക്കം പോകുന്ന സമയത്ത് വളരെ ഗണ്യമായ രീതിയിൽ നിങ്ങൾക്ക് ട്രാവൽ കോസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വേറെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഫ്രീക്വൻ്റായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അത് എളുപ്പമുള്ള കേസല്ല. റൗണ്ട് ട്രിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് ലെഗിലുള്ള ടിക്കറ്റ് ക്യാൻസൽ ആവാനുള്ള ചാൻസുകൾ ഉൾപ്പെടെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. സോ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് എന്ന് വിചാരിക്കുന്നു. പലർക്കും പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കാം ഈ ഒരു വീഡിയോ. ഇനി സ്കിപ്പ് ലാഗിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കൂടുതൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ.